വീഡിയോ ക്ലിപ്പ് നോക്കി അറിയാം. ഞാനിങ്ങനെ ഡോറ് തുറക്കുന്നുണ്ട്, ഗ്ലാസ് ഡോർ തുറക്കുമ്പോൾ തന്നെ മസ്തിന് വേണ്ട പോകണ്ട, എനിക്കിത് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവരുടെ എനിക്കല്ല ഇത് ഉണ്ടായത്, അല്ലെങ്കിൽ ഉണ്ടായ ഒരാൾ എന്നോട് പറയുവാണ് എനിക്കിത് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചാൽ മതി എന്ന്. ദോ ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രൈവറ്റ് അല്ല, പബ്ലിക്കായിട്ട് എല്ലാവരും കാണുമെങ്കിലും ഇത്രയും വലിയ ലെവലിൽ എത്തിക്കാതെ സംസാരിച്ച് നമുക്ക് കുറച്ചൊന്ന് തീർക്കാമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കട്ടെ നോക്കുമ്പോൾ കാണുന്ന ലക്ഷ്മി ഓടിപ്പോകുന്നു, അവിടെ ഇരുന്ന ആൾക്കാരോടൊക്കെ പറയുന്നു ഇവൻ ഇനി ഒരു സ്ത്രീയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നു. പിന്നെ കാണുന്ന ബാത്റൂമിൽ കയറി ലക്ഷ്മി എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പോഴും ഞാൻ ബാത്റൂമിന്റെ ഡോറ് ക്ലോസ് ചെയ്തു, കാരണം സൗണ്ട് വെളിയിലേക്ക് വരാതിരിക്കും, ഇവർക്ക് മനസ്സിലാവായിരിക്കും. ബട്ട് സ്റ്റിൽ അത് പിന്നെ നമ്മുടെ കൈ വിട്ടുപോയി, വലിയ പ്രശ്നമായി. ഉറങ്ങിക്കിടന്നവർ വരെ രാത്രിയിലാണ്, ഭയങ്കര രാത്രിയിലാണ് ഉറങ്ങി, എനിക്ക് 1:30 സംതിങ് എന്തോ ആയി. എല്ലാവരും വരുന്നു, അവര് പ്രശ്നമായി, വലിയൊരു പ്രശ്നമാക്കി മാറ്റിയതിൽ ലക്ഷ്മിക്കാണ് പങ്കുള്ളത്, മസ്താനിക്കല്ല. കാരണം മസ്താനിക്ക് എനിക്ക് മസ്താനിയുടെ പല ഐഡിയോളജീസിനോടും സംസാരത്തോടും പ്രവർത്തനത്തോടും എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അത് പലരും പറഞ്ഞത് കോണ്ടന്റ് ആക്കണമായിരുന്നു മസ്താനിക്കെന്ന്, അതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല.